ഹലോ കുട്ടികളെ, നമ്മളിന്ന് ബേസിക് സയൻസിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററായ എവേ ഫ്രം ഡിസീസസ് എന്ന പാഠഭാഗത്തിലെ ക്വസ്റ്റ്യൻ ആൻസറുകളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്? എന്താണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചു കഴിഞ്ഞതാണ് ഇതൊക്കെ, അല്ലേ? കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ ദോസ് വിച്ച് സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു അതേഴ്സ്, അല്ലേ? ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളെ പറയുന്ന പേരാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്. ടീച്ചർ കുറച്ച് കമ്മ്യൂണിക്കബിൾ ഡിസീസിൻ്റെയും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിൻ്റെയും പേരുകൾ താഴെ രണ്ട് കോളത്തിലാക്കി തരുന്നുണ്ട്. അത് നിങ്ങൾ വായിച്ചൊന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. കമ്മ്യൂണിക്കബിൾ ഡിസീസിൻ്റെ താഴെ ചിക്കൻ ബോക്സ്, ഡെങ്കു ഫീവർ, ചിക്കൻ ഗുനിയ, കോളറ, ടൈഫോയിഡ്, ട്യൂബർകുലോസിസ്, മീസൽസ്, മലേറിയ, എയ്ഡ്സ് ഇവയെല്ലാം കമ്മ്യൂണിക്കബിൾ ഡിസീസിൽ പെടുന്ന രോഗങ്ങളാണ്. അതായത് നമുക്ക് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളാണ്. അടുത്തത് അതായത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് അല്ലെങ്കിൽ പകരാത്ത രോഗങ്ങൾ. അതേതൊക്കെയാണെന്ന് നോക്കാം. ക്യാൻസർ, ഡയബറ്റീസ്, ഹാർട്ട് ഡിസീസസ്, കിഡ്നി സ്റ്റോൺ, പിന്നെ ആസ്മ, മെൻ്റൽ ഡിസീസസ്, റെസ്പിറേറ്ററി ഡിസീസസ്. മെൻ്റൽ ഡിസീസ് എന്ന് വെച്ചാൽ മാനസിക രോഗങ്ങൾ, റെസ്പിറേറ്ററി എന്ന് വെച്ചാൽ നമ്മുടെ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, അൾഷിമേഴ്സ് ഇവയൊന്നും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരത്തില്ല. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ പാൻഡമിക്? When communicable diseases spread to other countries or continents and affect a large number of people, it is called a pandemic. Smallpox, tuberculosis, plague, COVID-19 etc. are some of the pandemics that we have survived. അടുത്ത ക്വസ്റ്റ്യൻ, are we more likely to get affected when we come into contact with someone who is sick? എന്ന് വെച്ചാൽ അറിയാലോ, ഒരു അസുഖമുള്ള ഒരു വ്യക്തിയുമായിട്ട് നമ്മൾ കോണ്ടാക്റ്റ് വരുവാണെങ്കിൽ നമുക്ക് അസുഖം ഉണ്ടാകുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ, യെസ്, വി ആർ മോർ ലൈക്ലി ടു ഗെറ്റ് അഫക്റ്റഡ് വെൻ വി കം ഇൻ ടു കോണ്ടാക്ട് വിത്ത് someone who is sick because the disease causing microorganism can enter our body and make us sick, അല്ലേ? അപ്പം അസുഖമുള്ള ഒരാളിൽ നിന്നും അയാളുടെ രോഗമാണോ അയാളുടെ തുമ്മുമ്പോഴോ ചുറ്റുമ്പോഴോ അല്ലെങ്കിൽ അയാളുടെ അടുത്ത് നമ്മൾ ചെന്നിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയും ആ രോഗമാണ് നമുക്ക് അസുഖമുണ്ടാക്കുകയും ചെയ്യുന്നു, അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് കോസസ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്? Most communicable diseases are caused by microorganisms like bacteria, viruses and fungi that are called pathogens because they cause diseases. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉണ്ടാകുന്നത്? പാത്തോജൻസ് ആയ അല്ലെ രോഗകാരികളായ ബാക്ടീരിയ, വൈറസ്, ഫംഗൈ ഒക്കെ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് കയറുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? അസുഖങ്ങൾ ഉണ്ടാകുന്നത്. ടീച്ചർ താഴെ കുറച്ച് പാത്തോജൻസിൻ്റെ പേരും അതുപോലെ തന്നെ അവ ഉണ്ടാക്കുന്ന രോഗങ്ങളുടെ പേരും തന്നിട്ടുണ്ട്. അത് നിങ്ങൾ പഠിച്ച് ഒന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. പാത്തോജൻസ്, ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ഡിസീസ് ഏതൊക്കെയാണ്? കോളറ, അല്ലേ? കോളറ, ലെപ്രസി, ട്യൂബർകുലോസിസ്, ടെറ്റനസ്, പെർട്ടൂസിസ്, ടോൺസിലൈറ്റിസ്, പ്ലേഗ്, ന്യൂമോണിയ ഇവയൊക്കെയാണ് നമ്മൾ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന അല്ലെങ്കിൽ ബാക്ടീരിയ എന്ന പാത്തോജൻസ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ. അടുത്തത് പാത്തോജൻസിൻ്റെ പേര് വൈറസ് മൂലമുണ്ടാകുന്ന ഡിസീസാണ് നമ്മൾ അടുത്ത് പഠിക്കുന്നത്. COVID-19, പോളിയോമൈലറ്റിസ്, അല്ലേ? ചിക്കൻ ബോക്സ്, ഡെങ്കു ഫീവർ, പിന്നെന്തുവാ? ചിക്കൻ ഗുനിയ, ഹെപ്പറ്റൈറ്റിസ് മഞ്ഞപ്പിത്തം, അല്ലേ? ബേർഡ് ഫ്ലൂ, മീസൽസ്, പിന്നെ എയ്ഡ്സ് ഇവയെല്ലാം എന്ത് മൂലം ഉണ്ടാകുന്ന? വൈറസ് മൂലമുണ്ടാകുന്ന ഡിസീസാണ്. ഇനി നമ്മൾ അടുത്ത് ഫംഗസ് മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് ഇനി നോക്കുന്നത്. റിംഗ് വേം, കാൻഡിഡിയാസിസ്, ഹിസ്റ്റോപ്ലാസ്മോസിസ്, അസ്പെർജിലോസിസ്, ബ്ലാസ്റ്റോമൈക്കോസിസ് ഇവയാണ് ഫംഗസ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ. ഇത്രയും രോഗങ്ങൾ നിങ്ങൾ ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കി വയ്ക്കുക കേട്ടോ മക്കളെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർ ഓൾ മൈക്രോ ഓർഗാനിസംസ് ഹാർംഫുൾ? എല്ലാ മൈക്രോ ഓർഗാനിസംസും ഹാർംഫുൾ ആണോ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. നോ, നോട്ട് ഓൾ മൈക്രോ ഓർഗാനിസംസ് ആർ ഹാർംഫുൾ. ദേ ആർ മെനി ബെനിഫിഷ്യൽ ബാക്ടീരിയ ഇൻ അവർ ബോഡി ദ ഹെൽപ്പ് ഇൻ ദ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഓഫ് അവർ ഫുഡ്, അല്ലേ? നമ്മുടെ ശരീരത്തിൽ ഒട്ടനവധി മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. നമ്മുടെ ഡൈജഷനെയൊക്കെ സഹായിക്കുന്ന ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്, അല്ലേ? അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് ഹൗ മൈക്രോ ഓർഗാനിസംസ് ക്യാൻ ബി യൂസ്ഫുൾ ടു അസ്. വൺ എക്സാമ്പിൾ ഇസ് ദാറ്റ് ദോശ ബാറ്റർ ഈസ് ഫെർമെൻറ്റഡ്. ആൻസർ ആണ് കേട്ടോ. വൺ എക്സാമ്പിൾ ഇസ് ദാറ്റ് ദോശ ബാറ്റർ ഈസ് ഫെർമെൻറ്റഡ് ബൈ സർട്ടൻ ബാക്ടീരിയ and fungi also break down organic matter and add it to the soil, അല്ലേ?
അപ്പം നമുക്ക് ഉപകാരമായ ഒത്തിരി ബാക്ടീരിയകളുണ്ട്. ഏതൊക്കെയാണ്? നമ്മുടെ നമ്മൾ പഠിച്ചതല്ലേ പാഠഭാഗത്തിൽ നമ്മുടെ ദോശമാവ് അരച്ച് വയ്ക്കുമ്പോൾ അത് പുളിച്ച് പൊങ്ങുന്നത് ഒരു എക്സാമ്പിളാണ്. പിന്നെ നമ്മുടെ ഓർഗാനിക് മാറ്ററിനെയൊക്കെ അല്ലെ ജൈവാവശിഷ്ടങ്ങളെയൊക്കെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നത് ആരാണ്? ഫംഗൈയാണ്. അപ്പം നമുക്കങ്ങനെ ഒരുപാട് ഗുണങ്ങൾ മൈക്രോ ഓർഗാനിസംസ് കൊണ്ട് ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം 2 types of fungi that we are familiar with. Bread mold and black mold found on clothes are 2 types of fungi that we are familiar with. നമുക്കറിയാവുന്ന 2 ഫംഗൈകൾ അല്ലേ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രെഡ് മോൾഡിൽ കാണപ്പെടുന്നതും പൂപ്പലും, അതായത് ബ്രെഡിൽ കാണപ്പെടുന്ന പൂപ്പൽ, പിന്നെ നമ്മുടെ ക്ലോത്തിലൊക്കെ കാണപ്പെടുന്ന കരിമ്പൻ അല്ലേ, ഇതൊക്കെ നമുക്കറിയാവുന്ന 2 ഫംഗൈകളാണ്. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, why do we cover our nose and mouth with a handkerchief when we cough or sneeze? നമ്മൾ തുമ്മുമ്പോഴും ഒരു ചീറ്റുമ്പോഴും ഒക്കെ ചുമയ്ക്കുമ്പോഴും ഒക്കെ നമ്മുടെ മൂക്കും വായും കർച്ചീഫ് കൊണ്ട് പൊത്തിപ്പിടിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? We cover our nose and mouth with a handkerchief when we cough or sneeze to prevent the spread of disease causing microorganisms അല്ലേ. അപ്പം നമ്മുടെ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന മൈക്രോ ഓർഗാനിസംസ് രോഗാണുക്കൾ വായിൽ പരന്ന് മറ്റുള്ളവർക്ക് അസുഖം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കർച്ചീഫ് കൊണ്ട് വായും മൂക്കും പൊത്തിപ്പിടിക്കണമെന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ വെക്ടേഴ്സ്? Vectors are organisms that bring disease carrying microorganisms into our body, such as houseflies, rat flies, mosquitoes and bats. Next question, name 2 ways through which disease causing microorganisms can enter the human body. Disease causing microorganisms can enter the human body through soil, air, water and food or through vectors like mosquitoes and houseflies. അപ്പം നമ്മുടെ ശരീരത്തിലെ ഉള്ളിലേക്ക് എങ്ങനെയൊക്കെയാണ് മൈക്രോ ഓർഗാനിസംസ് ഏതൊക്കെ വഴികളിലൂടെയാണ്, ഏതൊക്കെ വേസ്, വാട്ട് ആർ ദ വേസ്? 2 ways. ഇതെല്ലാം വഴികളിലൂടെയാണ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. ഏതൊക്കെ വഴികളിലൂടെയാണ്? സോയിൽ കൂടെ പ്രവേശിക്കാം, എയറിലൂടെ പ്രവേശിക്കാം, വാട്ടറിലൂടെ പ്രവേശിക്കാം ആൻഡ് ഫുഡ് അല്ലേ, ഫുഡിലൂടെ പ്രവേശിക്കാം. പിന്നെ ഏത് വഴിയാണ്? വെക്ടേഴ്സ് വഴി അല്ലേ. രോഗാണുവാഹകർ എന്ന് പറഞ്ഞ് പഠിച്ചില്ലേ നമ്മൾ? രോഗാണുക്കളെ വഹിക്കുന്ന ഹൗസ് ഫ്ലൈ, റാറ്റ്, മോസ്കിറ്റോ വഴിയൊക്കെ നമുക്ക് രോഗങ്ങൾ വരാം. ഓക്കെ, റൈറ്റ് ഡൗൺ ദ കണ്ടീഷൻസ് ഇൻ വിച്ച് വെക്ടേഴ്സ് മൾട്ടിപ്ലൈ. അപ്പം വെക്ടേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്ന 2-3 സാഹചര്യങ്ങളാണ് നമുക്കിവിടെ താഴെ തന്നിരിക്കുന്നത്. അതിൽ ഹൗസ് ഫ്ലൈ കണ്ടീഷൻ ഏതാണെന്നറിയാമോ? ഹൗസ് ഫ്ലൈ വെക്ടേഴ്സ് ഹൗസ് ഫ്ലൈ അതിൽ കണ്ടീഷൻസ് ഇൻ വിച്ച് ദേ മൾട്ടിപ്ലൈ എന്ന് പറയുന്നത് ഹൗസ് ഫ്ലൈസ് ബ്രീഡ് ഇൻ ഗാർബേജ് റോട്ടിംഗ് ഓർഗാനിക് മാറ്റർ ആൻഡ് ആനിമൽ വേസ്റ്റ്. അപ്പോൾ ആനിമൽ വേസ്റ്റിലും റോട്ടിംഗ് ഓർഗാനിക് മാറ്റർ ചീഞ്ഞ ഭക്ഷണ വസ്തുക്കളിലും ഒക്കെയാണ് ഹൗസ് ഫ്ലൈസ് ഉണ്ടാകുന്നത്. മോസ്കിറ്റോസ് ബ്രീഡ് ഇൻ ഡിസ്കാർഡഡ് പ്ലാസ്റ്റിക് ബാഗ്സ്, കോക്കനട്ട് ഷെൽസ് ആൻഡ് സ്റ്റാഗ്നന്റ് വാട്ടർ. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും ഉപേക്ഷിക്കപ്പെട്ട പ്ലാസ്റ്റിക് ബാഗുകളിലും ബോട്ടിലുകളൊക്കെയാണ് എന്ത് ബ്രീഡ് ചെയ്യുന്നത്? മോസ്കിറ്റോസ് വളർന്ന് മുട്ടയിട്ട് വളർന്ന് വലുതാകുന്നത്. അടുത്ത റാറ്റ്സ് മൾട്ടിപ്ലൈ ഇൻ ഡേർട്ടി അൺഹൈജീനിക് എൻവയോൺമെൻറ്റ്സ് എസ്പെഷ്യലി വെയർ ദർ ഈസ് ലെഫ്റ്റ് ഓവർ ഫുഡ് ക്ലട്ടർ ആൻഡ് ഹാർഡിൻ പ്ലേസസ്. എന്ന് വെച്ചാൽ എന്തുവാ? റാറ്റ് വളരുന്നത് എങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്കാണ്? ഒരു അൺഹൈജീനിക് ആയിട്ടുള്ള സാഹചര്യങ്ങളിലേക്കാണ്. പിന്നെ വേസ്റ്റുകൾ കൂടിക്കിടക്കുന്നത് അൺഹൈജീനിക് ആയിട്ടുള്ള സ്ഥലങ്ങളിലും അതുപോലെ സ്റ്റോറേജുകളിലൊക്കെ നമ്മൾ സാധനങ്ങളൊക്കെ സ്റ്റോർ റൂമുകളൊക്കെ ഇല്ലേ, സ്റ്റോർ റൂമുകളിലൊക്കെയാണ് കൂടുതലും റാറ്റ് വളരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ക്യാൻ വി ഡു ടു കൺട്രോൾ വെക്ടേഴ്സ്? വെക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാം? ടു കൺട്രോൾ വെക്ടേഴ്സ് വി ക്യാൻ എലിമിനേറ്റ് ബ്രീഡിംഗ് കണ്ടീഷൻസ് സച്ച് ആസ് അവോയ്ഡിംഗ് വാട്ടർ ലോഗിംഗ്, റിമൂവിംഗ് ഗ്രാസ് ആൻഡ് വീഡ്സ് ആൻഡ് ക്ലീനിങ് ഡ്രെയിൻസ്. അഡീഷണലി മെയിൻറ്റെയിനിങ് ഹൈജീൻ ഇൻ അവർ സറൗണ്ടിങ്സ് ഹെൽപ്പ് പ്രിവെൻറ്റ് ദ സ്പ്രെഡ് ഓഫ് ഡിസീസ് ക്യാരിഡ് ബൈ വെക്ടേഴ്സ്. അപ്പം നമ്മൾ വെള്ളം നിറഞ്ഞേക്കുന്ന സാഹചര്യങ്ങളോ കെട്ടിക്കിടക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുക അല്ലേ. നമ്മുടെ വീടും പരിസരമൊക്കെ വൃത്തിയായി വയ്ക്കുക. വീഡ്സുകളും പുല്ലുകളൊക്കെ കളകളും പുല്ലുകളൊക്കെ പറിച്ച് കളയുക ഇങ്ങനെ അല്ലേ. ഇതൊക്കെ ഇങ്ങനെ പരിസരം ശുചിയാക്കുന്ന വഴി നമുക്ക് ഹൈജീൻ ആക്കുന്നത് മൂലം പരിസരങ്ങളൊക്കെ നല്ല ഹൈജീൻ ആക്കുന്നത് മൂലം നമുക്ക് വെക്ടറുകൾ പെരുകുന്നത് നമുക്ക് തടയാൻ സാധിക്കും അല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഈസ് ഇറ്റ് ഇനഫ് ടു എലിമിനേറ്റ് മോസ്കിറ്റോ ബ്രീഡിംഗ് കണ്ടീഷൻസ് ഓൺലി ഇൻ അവർ ഹോം? No, it is important to eliminate mosquito breeding conditions both in our homes and in our surroundings to effectively control mosquito populations and prevent diseases. അല്ലേ? നമ്മുടെ വീട്ടിൽ മാത്രം മോസ്കിറ്റോയെ കൺട്രോൾ ചെയ്താൽ പോരാ അല്ലേ. നമ്മുടെ പരിസരങ്ങൾ നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ട് മോസ്കിറ്റോയെ കൺട്രോൾ ചെയ്യണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ,
വാട്ട് ആർ സം പ്രിക്കോഷൻസ് ടു അവോയ്ഡ് മോസ്കിറ്റോ ബൈറ്റ്സ്? മോസ്കിറ്റോ ബൈറ്റ്സിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന മുൻകരുതലുകൾ എന്തെല്ലാം? പ്രിക്കോഷൻസ് ടു അവോയ്ഡ് മോസ്കിറ്റോ ബൈറ്റ്സ് ഇൻക്ലൂഡ് കീപ്പിംഗ് ഡോർസ് ആൻഡ് വിൻഡോസ് ക്ലോസ്ഡ് ഇൻ ദ ഈവനിങ്, യൂസിങ് മോസ്കിറ്റോ നെറ്റ്സ്, ഇലക്ട്രിക് ബാറ്റ്സ്, വിയറിംഗ് ലോങ് സ്ലീവ്ഡ് ക്ലോത്തിങ് ആൻഡ് യൂസിങ് മോസ്കിറ്റോ റെപ്പലൻസ്. അതായത് മോസ്കിറ്റോ കടിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ വൈകുന്ന സന്ധ്യാസമയമാകുമ്പം ഡോറുകളും ഒക്കെ ക്ലോസ് ചെയ്യുക, ഡോറുകളും വിൻഡോകളും ക്ലോസ് ചെയ്യുക. പിന്നെ നമുക്ക് മോസ്കിറ്റോ നെറ്റ്സ് ഉപയോഗിക്കാം, ബാറ്റുകൾ ഉപയോഗിക്കാം, മോസ്കിറ്റോ ബാറ്റുകളിൽ ഇലക്ട്രിക് ബാറ്റ്സ് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ലോങ് സ്ലീവ്ഡ് ക്ലോത്ത് അല്ലേ, നമുക്ക് കൈ മൊത്തം മൂടി, ശരീരഭാഗം മൊത്തം മൂടി നിൽക്കുന്ന ക്ലോത്തുകൾ ഉപയോഗിക്കാം. പിന്നെ മോസ്കിറ്റോ റെപ്പലൻസ്, നമുക്ക് ഗുഡ് നൈറ്റൊക്കെ പോലുള്ള മോസ്കിറ്റോ റെപ്പലൻസ് ഉപയോഗിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, വിൽ ദ ഹൈജീൻ ഓഫ് അവർ സറൗണ്ടിങ്സ് ബി ഇനഫ് ടു പ്രിവെൻറ്റ് ദ സ്പ്രെഡ് ഓഫ് ഡിസീസ്? ആൻസർ, മെയിൻറ്റെയിനിങ് hygiene in our surroundings is important, but personal hygiene and other preventive measures are also necessary to prevent the spread of diseases. അപ്പം നമ്മൾ നമ്മുടെ സറൗണ്ടിങ്സിലെ ഹൈജീൻ മാത്രം നോക്കിയാൽ പോരാ അല്ലേ, നമ്മുടെ പേഴ്സണൽ ഹൈജീനും കൂടെ നമ്മൾ നോക്കണം ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ ബി പ്രിവെൻറ്റ് ഡിസീസസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ ഫുഡ് ആൻഡ് വാട്ടർ? ഫുഡിലൂടെയും വാട്ടറിലൂടെയും പകരുന്ന രോഗങ്ങളെ നമുക്ക് എങ്ങനെ തടയാം? Answer, to prevent diseases that spread through food and water, we should wash fruits and vegetables before use, keep food items covered and ഡ്രിങ്ക് ബോയിൽഡ് വാട്ടർ അല്ലേ. അപ്പം നമുക്ക് ഫുഡ് ഐറ്റംസും ഫ്രൂട്ട്സൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം, വെജിറ്റബിൾസൊക്കെ നല്ലോണം വാഷ് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. നമ്മൾ ഉണ്ടാക്കി വെച്ച ഭക്ഷണങ്ങൾ കവർ ചെയ്തല്ലേ മൂടി വെച്ച് സൂക്ഷിക്കുക. പിന്നെ നമ്മൾ തിളപ്പിച്ചറിയ വെള്ളം മാത്രം കുടിക്കുക. അങ്ങനെ നമുക്ക് ഡിസീസിനെ അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ വി പ്രിവെൻറ്റ് ഡിസീസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ എയർ ആൻഡ് കോണ്ടാക്റ്റ്? ഇനി എയറിലൂടെ വരുന്ന രോഗങ്ങൾ നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം? ടു പ്രിവെൻറ്റ് ഡിസീസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ എയർ ആൻഡ് കോണ്ടാക്ട്, വി ഷുഡ് അവോയ്ഡ് കോണ്ടാക്ട് വിത്ത് സിക്ക് പീപ്പിൾ, നോട്ട് യൂസ് ദിയർ ഹാൻഡ്കർച്ചീവ്സ് ഓർ ക്ലോത്ത്സ്, യൂസ് മാസ്ക് ആൻഡ് മെയിൻറ്റെയിൻ പേഴ്സണൽ ഹൈജീൻ. അപ്പം രോഗമുള്ളവരുമായിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്യാതിരിക്കുക, അവരുപയോഗിച്ച ഹാൻഡ്കർച്ചീഫ് ക്ലോത്ത് ഉപയോഗിക്കാതിരിക്കുക, നമ്മൾ സ്വയം മാസ്ക് ധരിക്കുക. പിന്നെ നമ്മൾ വ്യക്തി ശുചിത്വം പാലിക്കുക, പേഴ്സണൽ ഹൈജീൻ നമ്മളെപ്പോഴും ശുചിത്വമായിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ വി പ്രിവെൻറ്റ് ഡിസീസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ സോയിൽ ആൻഡ് സീവേജ്? To prevent disease that spread through soil and sewage, we should use footwear, avoid contact of wounds with the sewage, and wash hands and legs with the soap if they get dirty. അല്ലേ, അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ മണ്ണിലെയും അഴുക്ക് വെള്ളത്തിൽ നിന്നൊക്കെ ഡിസീസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെരുപ്പ് ഉപയോഗിക്കണം. പിന്നെ നമുക്ക് എന്തെങ്കിലും മുറിവുണ്ടെങ്കിൽ അത് മലിനജലവുമായിട്ട് കോണ്ടാക്റ്റ് ആകാതെ നമ്മൾ സൂക്ഷിക്കണം. അങ്ങനെയാണ് നമ്മൾ ഇതിൽ നിന്നുള്ള ഈ ഡിസീസുകളിൽ നിന്നും മുൻകരുതലുകൾ എടുക്കേണ്ടത് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ക്യാൻ യു ഡു ടു എൻഷുർ ദാറ്റ് യുവർ ഹോം, സ്കൂൾ ആൻഡ് വാഷ്റൂംസ് ആർ ക്ലീൻ ടു പ്രിവെൻറ്റ് disease? To ensure cleanliness, regularly clean and disinfect surfaces, dispose of waste properly, keep washrooms clean and മെയിൻറ്റെയിൻ പേഴ്സണൽ ഹൈജീൻ. അല്ലേ, നമ്മൾ ഈ സർഫസസുകളൊക്കെ നമ്മുടെ സ്കൂളിലെ പരിസരങ്ങളൊക്കെ വൃത്തിയാക്കണം. ഡിസ്പോസ് വേസ്റ്റ് പ്രോപ്പർലി, അതുപോലെ എന്തുവാ വേസ്റ്റുകൾ എന്നൊന്ന് നമ്മൾ പുറത്ത് കളയണം. വാഷ്റൂംസൊക്കെ നമ്മൾ ക്ലീനായിട്ട് സൂക്ഷിക്കണം അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, ഡു കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അഫക്റ്റ് ഓൺലി ഹ്യൂമൻസിന് മാത്രമാണോ കമ്മ്യൂണിക്കബിൾ ഡിസീസ് അഫക്റ്റ് ചെയ്യുന്നത്? നോ, കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഓൾസോ അഫക്റ്റ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. ഫോർ എക്സാമ്പിൾ, ലംബി സ്കിൻ ഡിസീസ് ഇൻ കാറ്റിൽ, കനൈൻ ഡിസ്റ്റംബർ ഇൻ ഡോഗ്സ്, സ്വൈൻ ഫ്ലൂ ഇൻ പിഗ്സ്, ബേർഡ് ഫ്ലൂ, ബ്രൗൺ ലീഫ് സ്പോട്ട് ഡിസീസ് ഇൻ റൈസ്, മൊസൈക്ക് ഡിസീസ് ഇൻ പീ പ്ലാന്റ്സ് ആൻഡ് ബഡ് റോട്ട് ഓഫ് കോക്കനട്ട്. ഇതൊക്കെ നമ്മൾ നേരത്തെ തന്നെ പഠിച്ചു കഴിഞ്ഞാണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദീസ് ആർ ഗുഡ് ഹെൽത്ത് ഹാബിറ്റ്സ്? ടിക്ക് ദം. നമുക്ക് താഴെ കുറച്ച് ഹെൽത്ത് ഹാബിറ്റ് വന്നിട്ടുണ്ട്. അത് നല്ല ഗുഡ് ഹെൽത്ത് ഹാബിറ്റ് ഏതാണെന്ന് നമ്മൾ ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. വാഷ് ഹാൻഡ്സ് ഓൺലി ആഫ്റ്റർ മീൽസ്? നോ. ബ്രഷ് ടീത്ത് എവറി നൈറ്റ് ആഫ്റ്റർ മീൽസ്? യെസ്. ഡു നോട്ട് ട്രിം ദ നെയിൽസ് ഓഫ് ഫീറ്റ് ആൻഡ് ഹാൻഡ്സ്? നോ. അത് തെറ്റായ ഹാബിറ്റാണ്. യൂസ് ഫുട്വെയർ വെൻ വാക്കിംഗ് ഔട്ട്സൈഡ്? യെസ്. ഈറ്റ് ഫ്രൂട്ട്സ് ദാറ്റ് ആർ നോട്ട് ബൈ ബേർഡ്സ്? Do not consume snacks and drinks kept open? Yes. Do not consume snacks and drinks kept open അല്ലേ. Yes. Spit in public places? No. Bath daily? Yes. അടുത്ത ക്വസ്റ്റ്യൻ,
വാട്ട് ഈസ് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി? എന്താണ് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി? നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ഈസ് ദ ബോഡീസ് നാച്ചുറൽ എബിലിറ്റി ടു കൺട്രോൾ ആൻഡ് ഫൈറ്റ് പാത്തോജൻസ് വൺസ് ദേ എൻ്റർ ദ ബോഡി. ദിസ് എബിലിറ്റി വേരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരിക്കൽ അതായത് പാത്തോജൻസ് രോഗാണുക്കൾ കയറിയാൽ അതിനെതിരെ നമ്മുടെ ശരീരം തന്നെ പ്രവർത്തിക്കുന്ന കഴിവാണ്. എതിർക്കാൻ വേണ്ടി നമ്മുടെ ശരീരത്തിൽ തന്നെ ഒരു കഴിവുണ്ട്. അതിനെ പറയുന്ന പേരാണ് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി. ഇത് പല വ്യക്തികളിലും പലതരത്തിലായിരിക്കും ഈ എബിലിറ്റി കേട്ടോ. അടുത്തത് വാട്ട് ഈസ് അക്വേർഡ് ഇമ്മ്യൂണിറ്റി? Acquired immunity is the immunity developed by taking vaccinations against certain diseases for which the body cannot develop natural immunity, such as polio and hepatitis B. അതായത് നമ്മൾ വാക്സിനേഷൻ എടുത്ത് രോഗങ്ങൾക്കെതിരെ പ്രതിരോധശക്തി നേടുന്നതിനെ പറഞ്ഞ പേരാണ് അക്വേർഡ് ഇമ്മ്യൂണിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഡിസീസസ് ഷുഡ് ബി വാക്സിനേറ്റഡ് അഗൻസ്റ്റ്? ഏതൊക്കെ ഡിസീസിനെതിരെയാണ് നമ്മൾ വാക്സിനേഷൻ നടത്തുന്നത്? ഏതൊക്കെ ഡിസീസ് ലൈക്ക് പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബി, സ്മോൾ പോക്സ്, പ്ലേഗ് ആൻഡ് അതേഴ്സ് ഷുഡ് ബി വാക്സിനേറ്റഡ് അഗൻസ്റ്റ് ടു പ്രിവെൻറ്റ് എപ്പിഡമിക്സ് ആൻഡ് എൻഷുർ ഇമ്മ്യൂണിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ മാൻഡേറ്ററി വാക്സിൻസ് ടു ബി ടേക്കൺ ബൈ ദ ഏജ് ഓഫ് 60? 16 വയസ്സ് വരെ മസ്റ്റായിട്ട് എടുത്തിരിക്കേണ്ട വാക്സിനുകൾ ഏതൊക്കെ? നിർബന്ധമായും എടുത്തിരിക്കേണ്ട വാക്സിനുകൾ ഏതൊക്കെ? ആൻസർ BCG, ബാസിലസ് കാൽമെറ്റി-ഗുറൈൻ, OPV, oral polio vaccine, hepatitis B, FIPV, polio vaccine, fractional dose, RVV, rotavirus vaccine, PCV, pneumococcal conjugate vaccine, MR, measles rubella vaccine, DPT, diphtheria pertussis tetanus vaccine, TD, tetanus diphtheria vaccine. At the question, what can we do to spread awareness about the transmission of disease and methods of prevention? We can use various methods such as drama, puppetry, cartoons and posters to spread awareness about the transmission of diseases and methods of prevention. രോഗങ്ങളെക്കുറിച്ചും അവയുടെ സ്പ്രെഡിനെ കുറിച്ചൊക്കെ നമ്മൾ മറ്റുള്ളവരെ അവയർനെസ് ആക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ബോധവാന്മാരാക്കാൻ വേണ്ടി നമ്മൾ ഏതൊക്കെ രീതിയിൽ ഇത് പ്രചരിപ്പിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ കാരണങ്ങൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇതിൻ്റെ പരസ്യം പ്രചരിപ്പിക്കാൻ പറ്റും, എങ്ങനെ നമുക്ക് മറ്റുള്ളവരെ ബോധവാന്മാരാക്കാൻ പറ്റും, എങ്ങനെയൊക്കെയാണ് കാർട്ടൂൺസ് വഴി, പോസ്റ്റേഴ്സ് വഴി, പിന്നെ പപ്പേർട്ടി വഴി, ഡ്രാമ വഴിയൊക്കെ നമുക്ക് മറ്റുള്ളവരെ രോഗങ്ങളെക്കുറിച്ചും അവ എങ്ങനെ തടയേണ്ട വിധങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ബോധവാന്മാരാക്കാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, do you agree that personal and social hygiene are important in preventing communicable diseases? Please elaborate. Yes, personal and social hygiene are important in preventing communicable diseases because they help reduce the spread of pathogens and maintain a healthy environment. അല്ലേ, പേഴ്സണൽ ഹൈജീനും സോഷ്യൽ ഹൈജീനും നമുക്ക് അസുഖങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാൻ, കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ അത്യാവശ്യമാണ് അല്ലേ, അത് വേണം. അപ്പം വേണമെന്നാണ്. ഐ എഗ്രി അല്ലേ. പേഴ്സണൽ ആൻഡ് സോഷ്യൽ ഹൈജീൻ ഇമ്പോർട്ടൻറ്റ് പ്രിവെൻറ്റിങ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്. അപ്പോൾ നമുക്ക് പേഴ്സണൽ ആൻഡ് സോഷ്യൽ ഹൈജീൻ നമുക്ക് മസ്റ്റായിട്ടും കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ ആവശ്യമാണ്. ഡു യു എഗ്രി വിത്ത് ദ ഫോളോയിങ് പ്രിക്കോഷൻസ് ടു കൺട്രോൾ വെക്റ്റർ ബോൺ ഡിസീസസ്? നമുക്ക് കുറച്ച് പ്രിക്കോഷൻസ് താഴെ തന്നിട്ടുണ്ട്. അപ്പം നമ്മളതിൽ വെക്റ്റർ ബോൺ ഡിസീസ് എന്ന് വെച്ചാൽ എന്താ, നമുക്ക് ഈച്ചയിൽ നിന്നും മോസ്കിറ്റോയിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന രോഗങ്ങളാണ് വെക്റ്റർ ബോൺ ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ താഴെ നമുക്ക് കുറച്ച് പ്രിക്കോഷൻസ് തന്നിട്ടുണ്ട്, അല്ലെ, കുറച്ച് മുൻകരുതലുകൾ തന്നിട്ടുണ്ട്. അത് ശരിയായ ഇത് നമ്മൾ ടിക്ക് ചെയ്യണം, അല്ലെ, എസ് എന്ന് പറയണം. നമുക്ക് നോക്കാം. എലിമിനേറ്റ് കണ്ടീഷൻസ് ദാറ്റ് കോസ് സീവേജ് അക്യുമുലേഷൻ. അല്ലേ, നമുക്ക് സീവേജ് അക്യുമുലേഷൻ വെച്ചാൽ മലിനജലം കെട്ടിക്കിടക്കുന്ന അവസ്ഥകളൊക്കെ ഒഴിവാക്കണം, ഇല്ലാതാക്കണം. ശരിയല്ലേ? യെസ്. അപ്പം നമുക്ക് മോസ്കിറ്റോ ഒന്നും ഉണ്ടാകത്തില്ലല്ലോ. യെസ്. അപ്പം അത് എസ് എന്ന് കൊടുക്കുക. ഡിസ്പോസ് ഓഫ് ഗാർബേജ് ഇൻ പബ്ലിക് പ്ലേസസ്. പബ്ലിക് പ്ലേസസിൽ നമ്മൾ വേസ്റ്റുകളൊക്കെ കൊണ്ട് എറിയണം. ശരിയാണോ? അല്ല. അപ്പം നോ കൊടുക്കുക നമ്മൾ. ഇഫ് വാട്ടർ റിട്ടൻഷൻ ഈസ് അൺഅവോയ്ഡബിൾ, ബ്രീഡ് ഫിഷ് സച്ച് ആസ് ഗപ്പി ആൻഡ് ഗംബൂസിയ ഇനിറ്റ്. എന്ന് വെച്ചാൽ എന്തോ, നമുക്ക് മോസ്കിറ്റോനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഗപ്പി പോലുള്ള ഫിഷുകൾ നമുക്ക് വളർത്താം. ശരിയല്ലേ? വളർത്താം. ഓക്കെ. ഫുഡ് ഐറ്റംസ് നീഡ് നോട്ട് ബി കെപ്റ്റ് കവേർഡ്. ഫുഡ് ഐറ്റംസ് ഒന്നും കവർ ചെയ്ത് വെക്കരുത്. ശരിയാണോ? അല്ല, തെറ്റാണ്. നോ. യൂസ് ഫുഡ് ഐറ്റംസ് ഓൺലി ആഫ്റ്റർ വാഷിംഗ്. എല്ലാ ഫുഡ് ഐറ്റംസും വാഷ് ചെയ്തതിന് മാത്രം ഉപയോഗിക്കും. യെസ്. ഡ്രിങ്ക് ബോയിൽഡ് വാട്ടർ. യെസ്. കീപ് ദ ഹൗസ് ആൻഡ് സറൗണ്ടിങ്സ് ക്ലീൻ. യെസ്. പ്രാക്ടീസ് പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ അറ്റ് ദ സോഴ്സ്. യെസ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ
കണ്ടീഷൻസ് ഇൻ വിച്ച് മോസ്കിറ്റോസ് മൾട്ടിപ്ലൈ. മോസ്കിറ്റോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? മോസ്കിറ്റോസ് ബ്രീഡ് ഇൻ ഡിസ്കാർഡഡ് പ്ലാസ്റ്റിക് ബാഗ്സ്, ബോട്ടിൽസ്, കോക്കനട്ട് ഷെൽസ് ആൻഡ് സ്റ്റാഗ്നന്റ് വാട്ടർ. ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ ഭാഗങ്ങളാണ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ കണ്ടീഷൻസ് ഇൻ വിച്ച് ഹൗസ് ഫ്ലൈസ് മൾട്ടിപ്ലൈ. ഹൗസ് ഫ്ലൈസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സാഹചര്യങ്ങൾ. ഹൗസ് ഫ്ലൈസ് മൾട്ടിപ്ലൈ ഇൻ കണ്ടീഷൻസ് വേർ ദർ ഇസ് ഡീക്കേയിങ് ഓർഗാനിക് മാറ്റർ സച്ച് ആസ് ഗാർബേജ് ആൻഡ് ഫുഡ് വേസ്റ്റ്. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അടുത്തത്, വാട്ട് ആർ ദ കണ്ടീഷൻസ് ഇൻ വിച്ച് റാറ്റ്സ് മൾട്ടിപ്ലൈ. റാറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? റാറ്റ്സ് മൾട്ടിപ്ലൈ ഇൻ ഏരിയാസ് വിത്ത് അവൈലബിൾ ഫുഡ് സോഴ്സസ് ആൻഡ് ഷെൽട്ടർ സച്ച് ആസ് ഗാർബേജ് ഡംസ് ആൻഡ് പുവർലി മെയിൻറ്റൈൻഡ് ബിൽഡിങ്സ് അല്ലേ? നമുക്ക് എന്തുവാ ഗാർബേജ് ഡംസ്, ഒത്തിരി വേസ്റ്റുകളൊക്കെ കൂടിക്കിടക്കുന്ന സ്ഥലത്തും പിന്നെ സ്റ്റോറേജ് റൂമുകളിലും പിന്നെ എന്തുവാ പിന്നെ എവിടെയാണ് ഉണ്ടാകുന്നത്? പുവർലി മെയിൻറ്റൈൻഡ് ബിൽഡിങ്സ് എന്ന് വെച്ചാൽ വൃത്തിയാക്കാത്ത ബിൽഡിങ്ങുകളിലൊക്കെ എന്തുണ്ടാവും? റാറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം ഇത്രയാണ് രണ്ടാമത്തെ പാഠത്തിലെ ക്വസ്റ്റ്യൻ ആൻസറുകൾ കേട്ടോ. ഇതെല്ലാം മക്കളും നല്ലവണ്ണം പഠിച്ച് വയ്ക്കണം കേട്ടോ. പരീക്ഷയ്ക്ക് ഇതിൽ നിന്ന് ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മൂന്നാമത്തെ ചാപ്റ്ററുമായിട്ട് മിസ്സ് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.